ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. ഈ അസ്കതയ്ക്കയുടെ ബാക്കിൽ ഒരു റൊമാൻറ്റിക് ഫേസ് ഉണ്ടോ? അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു സംസാരിച്ചത്. ഒരു പെണ്ണുണ്ടോ ശരിക്കും? ബ്രേക്കപ്പ് ആയത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാനായപ്പോ കൊറോണ വന്നു. അപ്പൊ കൊറോണ കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. ട്രൂ ലവ് ആണെങ്കിൽ കാത്തു നിൽക്കും. അവര് കാത്തു നിന്നിട്ടില്ല. ആലോചിക്കുമ്പോ വിഷമം തോന്നണ്ട? ഇല്ല, ഒരു പ്രശ്നമില്ല. കണ്ണൊക്കെ നിറഞ്ഞു. SSLC വരെ ഇവിടെ പഠിച്ചത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിൽ പോയി. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞ് പഠിക്കാൻ കഴിയാഞ്ഞിട്ട് തിരിച്ച് ചാടി പോന്ന്. അവിടെ നിന്നാണ് ചാനൽ തുടങ്ങിയത്. ഈ സംഭവം നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറേറ്റ് കിട്ടും. അപ്പൊ തന്നെ പകുതി ജീവൻ പോകും. അങ്ങനെ ഒരു 300 സംതിങ് വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ ഉണ്ട്, ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സൂപ്പറാണ്. അപ്പൊ എന്താ പെട്ടെന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ജോലി? സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ജോലിക്ക് പോയി. ഹോട്ടലിലായിരുന്നു മെയിൻ ആയിട്ട് പോയത്, ഫ്ലൈറ്റ് കേൾക്കാൻ. പിന്നെ അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി 2 ദിവസം പണിക്ക് പോകും, 3 ദിവസം ക്ലാസ്സിൽ പോകും. ഹലോ. ഈ എന്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യൻ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ഇതേ വരെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല ഞാന് എന്ന് പറഞ്ഞു. അതെന്താ കൊടുക്കാത്ത? ഞങ്ങൾ എന്നെ എത്ര വിളിച്ചിട്ടാന്ന് വന്നതെന്ന് അറിയോ? ഇപ്പൊ എനിക്ക് വന്ന ഒരു 5-8 മാസമായി നിങ്ങൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളാണ് ഫസ്റ്റ് വിളിച്ചത്, അതുകൊണ്ട് ഫാൻസ് ഉണ്ട്. അസ്കറിന്റെ വിശേഷങ്ങൾ അറിയാൻ എത്ര പേരാ ഉള്ളതെന്നറിയോ? ഈ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇരുന്ന് കാണാറുണ്ടാ? കാണാൻ സമയമില്ല. ശരിക്കും നല്ല വ്യത്യാസമുണ്ട് രണ്ടും. ആണോ? നല്ല വ്യത്യാസമുണ്ട്. അതുണ്ടാവുമല്ലോ. ക്വാളിറ്റി മാത്രല്ല, ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് വരുന്നില്ലേ? അത് ശരിക്കും പണ്ടത്തെ നല്ല രസമുണ്ടായില്ലേ? അതങ്ങനെയാണ്. അതായത് പണ്ടുള്ള അഷ്കറിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് കാണാം. പക്ഷെ നമുക്ക് അങ്ങനെ പണ്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ. ഇല്ല, പക്ഷെ ലുക്കിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആ താടി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ആണോ? താടി കുറച്ച് വരികയാണ് ഇപ്പൊ. എന്തായാലും യൂട്യൂബ് ഒരു സൈഡിൽ കൂടെ പോകുന്നു, ഒരു സൈഡ് ബിസിനസ് ആന്ന് പറയുന്നു. മെയിൻ ആയിട്ട് എന്താ ബിസിനസ് ചെയ്യുന്നത്? ആക്ച്വലി ഫുഡ് വെയറിന്റെ ഷോപ്പ് ഉണ്ട്. എവിടെയുള്ള? ഇവിടെ അടിവാരം നാട്ടിൽ തന്നെ. അത് എത്ര കാലമായി ബിസിനസ് തുടങ്ങി? 2 വർഷം കഴിഞ്ഞു. 2 വർഷം. എന്താ പ്ലസ് വൺ മീൻസ് ഏതൊരു കോഴ്സാ പഠിച്ചിരുന്നപ്പോ? SSLC വരെ ഇവിടെ പഠിച്ചത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ അവിടെ ഇവിടുത്തെ പ്ലസ് 1 പ്ലസ് 2 പകരം PUC ആണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു, ചാടിപ്പോന്ന്. അവിടെ 7 വർഷം വരെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് പഠിക്കാൻ കഴിയാഞ്ഞിട്ട് തിരിച്ച് ചാടിപ്പോന്ന്. അവിടെ നിന്നാണ് ചാനൽ തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലിഫ്റ്റ് റൂമിന്റെ മുകളിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അത് അവിടെ നിന്നല്ല വീഡിയോ ഇട്ടത്, സാധനം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ജസ്റ്റ് എന്താ സംഭവം അപ്ലോഡ് ചെയ്ത് നോക്കി. ജസ്റ്റ് 2-3 വീഡിയോ ഒക്കെ നോർമൽ എന്തോ ഈ സ്റ്റാറ്റസ് ഒക്കെ അന്നൊക്കെ ഈ സ്റ്റാറ്റസിന്റെ സമയമാണ്, വാട്സപ്പ് സ്റ്റാറ്റസിന്റെ. അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്പൊ കോപ്പറേറ്റ് കിട്ടിയപ്പോ മനസ്സിലായി എന്തും തോന്നി. മ്യൂസിക് ഉണ്ടാവുമല്ലോ, അപ്പം തോന്നിയതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ പഠിച്ചു. പിന്നെ ഞാന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇവിടുന്ന് 1-2 മാസത്തിനുള്ളിൽ നാട്ടിൽ വന്ന് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി നോർമല്. അപ്പൊ എന്താ പെട്ടെന്ന്? സാധാരണ എല്ലാവരും ഡിഗ്രി പഠിച്ചിട്ട് ജോലിക്ക് പോവാം അങ്ങനെ. അപ്പൊ എന്താ പ്ലസ് 2 കഴിഞ്ഞിട്ട് തന്നെ ജോലിക്ക്? സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ജോലിക്ക് പോകാതെ വേറെ നിർത്തില്ല. ഇപ്പം സിബ്ലിങ്സ് ആണെങ്കിലും ഉണ്ടോ അസ്കറിന് വീട്ടില്? 2 കാക്കമാരുണ്ട്, 2 ചേട്ടന്മാർ. അവരെന്ത് ചെയ്യുന്നപ്പം? അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറിയ ചേട്ടന്റെ കല്യാണം ഈ ഒരു മാസം അല്ല, ഈ കഴിഞ്ഞ 5-ാം തീയതി കഴിഞ്ഞത്, മെയ് 5-ന്. 2 പേരും മാരീഡ് ആണ്. ഇപ്പൊ പറഞ്ഞില്ലേ ഒരുപാട് മീൻസ് കഷ്ടപ്പാട് മീൻസ് അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. അത് തുറന്ന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, തുറന്നു പറയുന്നത് ബുദ്ധിമുട്ടില്ല. എന്ത് ബുദ്ധിമുട്ട്? അല്ല മീൻ എന്തായിരുന്നു പ്രശ്നം? അല്ല, വീട്ടില് നമ്മളൊരു നോർമൽ ഫാമിലിയാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മളെ ഒരു പുറത്ത് പോയിട്ട് ഒരു ഡിഗ്രിക്കൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കാന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഗവൺമെന്റ് കിട്ടൂല. കോൺഫിഡൻസ് ആണ്. അപ്പോ എങ്ങനെയാണ് വീട്ടില് ചെലവും കാര്യമൊക്കെ കഴിഞ്ഞു പോകുന്നത് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മളവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ ഇവിടുന്ന് ജോലിക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി പിന്നെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ഡിഗ്രിക്ക് പോയി. ഒരു 2 ദിവസം പണിക്ക് പോകും, 3 ദിവസം ക്ലാസ്സിൽ പോകും. അങ്ങനെ പോകും. ഫസ്റ്റ് ആയിട്ട് പോയൊരു ജോബ് എന്തായിരുന്നു? ഹോട്ടലിൽ ഫ്ലൈറ്റ് കേൾക്കാൻ.
പ്ലേറ്റും ഗ്ലാസും കഴിക്കുക, അതാണ് മെയിൻ ആയിട്ട് പണി. അത് 2 ദിവസം അതിന് പോകും, പിന്നെ 3 ദിവസം അങ്ങനെ പഠിക്കാനും പോകും. എന്നിട്ട് എത്ര ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയ ഒരു സാലറി എന്ന് പറയുന്നത്? 250 രൂപ. ആ 250 രൂപ കിട്ടിയപ്പോ എന്താ തോന്നി? ലൈക്ക് അതുകൊണ്ട് എന്താ ചെയ്തേ ഫസ്റ്റ്? ആ പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട്, അതായത് ഒന്നും ചെയ്തിട്ടില്ല ആ പൈസ അപ്പൊ തന്നെ കൂട്ടി കൂട്ടി വെച്ചൊരു 4700 രൂപക്ക് ഞാൻ ഒരു ഫോൺ മേടിച്ചു. ഫസ്റ്റ് ഫോൺ ആ 250 രൂപ കൂട്ടി കൂട്ടി വെച്ചിട്ടല്ലേ ഒരു ഫോൺ മേടിച്ച്. ലെനോവോ വൈബ് MA14 കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഓർമ്മയ്ക്ക് ഫസ്റ്റ് സാലറിക്ക് വാങ്ങി. പിന്നെ ഞാനൊരു മൈക്കും മേടിച്ച്, ബോയ M1ന്റെ 1000 സംതിങ്ങിന്റെ ഒരു മൈക്ക് മേടിച്ച്. അത് മതി യൂട്യൂബിൽ വീഡിയോ ഇടാൻ. അങ്ങനെ ഒരു 150 രൂപന്റെ ഒരു ട്രൈപോഡും മേടിച്ച്. ട്രൈപോഡല്ല, ഒരു സെൽഫി സ്റ്റിക്ക്. ട്രൈപോഡ് അത്ര പൈസ കിട്ടൂല. അപ്പോൾ 150 രൂപ ഇത് സെൽഫി സ്റ്റിക്ക് കിട്ടിയിട്ടൊരു ചെയറിൽ കെട്ടി. അതിൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഫസ്റ്റിൽ നോക്കിയാൽ അറിയാം, ഇൻസ്റ്റയിലുണ്ട്. അത് കെട്ടി. ട്രൈപോഡ് വാങ്ങാൻ നല്ല പൈസ ആകും, അതുകൊണ്ട് അങ്ങനെ കെട്ടി. അപ്പോൾ സിമ്പിളായിട്ട് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്ത് നമ്മൾ തന്നെ കണ്ട് ഒരു ട്രൈപോഡ് ഉണ്ടാക്കി. ഇപ്പോ പറയുമ്പോ ആ ഒരു ലെവലേ മാറിയില്ലേ? മീൻസ് പണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെ മാറി വന്നാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, ഇപ്പൊ വൈറലാവുന്നു, എല്ലാവരും അറിയുന്നു. അതുപോലെ ഈ ഇത്രയും ലെവൽ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്കും അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഒരു ലെവൽ ഇപ്പൊ ഇത്രയും മീൻസ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ആൾക്കാർ തിരിച്ചറിയുന്നു. ഇപ്പൊ വീടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ വയനാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ എന്താ പറയാറ്? ആൾക്കാര് അഷ്കട്ടൊക്കെ അല്ലേ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയും. പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും, മിക്ക സ്ഥലത്തുനിന്ന് മനസ്സിലാവാറുണ്ട്. എന്തായാലും അഷ്കട്ടാക്കിനെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, നമുക്ക് പെണ്ണിലിടാന്നൊക്കെ പറഞ്ഞിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മറന്നുപോയിട്ട കണ്ടിട്ടൊക്കെ. അപ്പൊ ഉണ്ടോ, ഒരു പെണ്ണുണ്ടോ ശരിക്കും? അങ്ങനെ ചോദിച്ചാലില്ല. അങ്ങനെ ചോദിച്ചാലില്ല, അത് പ്രശ്നമാണ് പറഞ്ഞാല്. അയ്യോ കണ്ണൊക്കെ നിറഞ്ഞു. ഇല്ലല്ല, ഒരു പ്രശ്നവുമില്ല. ശരിക്കും പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഈ വീഡിയോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ കണ്ടായിരുന്നു, അതേപോലെ ബ്രേക്കപ്പിന്റെ ഒരു ടൈമില്. അതെന്തായിരുന്നു ആക്ച്വലി സംഭവം? ബ്രേക്കപ്പ് ആയത് അല്ലേ? ആ മീൻസ് ഞാൻ എന്ത് ബ്രേക്കപ്പ് ആയിരുന്നു ആ കഥ കേൾക്കട്ടെ. ഞാൻ ബ്രേക്കപ്പ് ആയത് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോ, ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാനായപ്പോ കൊറോണ വന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അഫയർ ഉണ്ടായി. കൊറോണയുടെ ഇടയിലോ? അല്ല, ആ 1 ഇയറില്, ഫസ്റ്റ് ഇയറില്. അപ്പൊ കൊറോണ കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ അവരെന്തോ കുറച്ച് ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ലപോലെ എന്താ പറയാ, കൊറോണയുടെ കേസ് ഒരു 5000, പിന്നെ കല്യാണത്തിന്റെ കേസ് 6000 സംതിങ്ങും വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അറിയാന്നറിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണത്തിന്റെ എണ്ണം കൂടുതൽ ആ സമയത്ത് 21 വയസ്സാക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഗേൾസിന്. ഓർമ്മയുണ്ടോ? 18 വയസ്സായി കറക്റ്റ് ആയപ്പോഴേക്ക് പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു. പിന്നെ നമ്മളൊക്കെ ഒന്നുമില്ല. കുട്ടിക്ക് 18 വയസ്സായിരുന്നോ? പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവര് എനിക്ക് കെട്ടിച്ചെന്നിട്ട് ഞാൻ എങ്ങനെ കൊണ്ടു നടക്കൂ? ആ സമയത്ത് എനിക്കിപ്പോ ഈ ടൈം വരെ കാത്തുക്കാറ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 4-5 വർഷമായി. അപ്പൊ ഇത്രയും ടൈം കാത്തുക്കുവോ? ഇപ്പൊ ഞാൻ പക്ഷെ അവര് കാത്തുനിട്ടില്ല. അത് ഫസ്റ്റ് ലവ് ആയിരുന്നാ? വിഷമല്ല, അവരങ്ങനെ പറ്റാണ്ട് പോയതല്ലേ, പിന്നെ ഇതിന് വിഷമിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ എന്ത് ചോദിച്ചാലും അത് അങ്ങനെ മൂത്തോക്കി കാര്യം അതുപോലെ വൃത്തിക്ക് പറയും. അത് പറഞ്ഞപ്പോ നാണം വന്നേ, ഒരു മടിയുമില്ല. അതെന്താ ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ ചെയ്ത് കിട്ടിയ ഒരു ശീലാണോ? അത് ഈ അടുത്ത് അങ്ങനെ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു തോന്നുന്നു. ഭയങ്കര മെച്ചോടായ പോലെ ഉണ്ട് കേട്ടാ. ഞാനോ? അങ്ങനെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. സീരിയസ്ലി അഷ്കർ ടെക്കി എന്ന് കേട്ടപ്പോ ഞാൻ ഭയങ്കര സംഭവമായിട്ട് വിചാരിച്ചു. പക്ഷെ ഈ ഭയങ്കര ട്രോളാണല്ലോ വന്നത്. ഞാനിങ്ങനെ പല പല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ടൈമില് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തു. അങ്ങനെ അത് ക്ലിക്കായി. പിന്നെ അത് തലയിലായപ്പോൾ ഞാൻ അങ്ങനെ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോയി. ഫസ്റ്റ് ഇടുന്ന വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിരുന്നോ? കാരണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കെല്ലാം അല്ലേ? ഇപ്പൊ 3 വർഷത്തെ മാത്രം ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റിലുള്ളത് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അതും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു 300 സംതിങ് വീഡിയോ ഡിലീറ്റ് ചെയ്തു.
അതിൽ ടെക്കായിരുന്നു കൂടുതലുള്ളത്. പിന്നെ ഫുഡ് ബ്ലോഗ് ഉണ്ടായിരുന്നു, നോർമൽ വ്ളോഗ് ഉണ്ടായിരുന്നു, പിന്നെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. മോട്ടിവേഷനൊക്കെ ഇങ്ങനെ ചാമ്പിട്ട് ഇടുന്നതാണ് വേറെ വേറെ ചാനലിൽ. എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, കുറെ ആയാലും ഇപ്പൊ 1 വർഷമായി. അപ്പൊ അങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ ചാമ്പിട്ട് ഇങ്ങനെ ഇടും. എന്നെ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരാൻ തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെ എനിക്ക് മോട്ടിവേഷൻ കൊടുക്കാനൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഇത് ഞാനിങ്ങനെ ഓരോന്ന് കാണുമ്പോ അതൊരു 35-40 വ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര പേര് കാണാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിന്റെ ഒരു ഇതാണ്, റൂളാണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്ക് ക്ലിക്ക് ആകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടും, വീഡിയോ ഇട്ടോണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ, അപ്പൊ അങ്ങനെ ഇടുന്നതായിരുന്നു. അങ്ങനെ മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എത്ര ഒരു ഏജിലാ? ഇപ്പൊ 7 വർഷം ആവാനാണ് നെക്സ്റ്റ് മന്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉമ്മ പാരന്റ്സ് ഇങ്ങനെ ചോദിക്കായിരുന്നോ, എന്താ ഫുൾ ടൈം കമ്പ്യൂട്ടർ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്, പണിക്ക് പോകുന്നൊക്കെ പറയോ? പണിക്ക് പോകുന്നുണ്ട്. എന്ത് പണിക്കാ പോകുന്നേ? ഞാന് ഹോട്ടലിലായിരുന്നു മെയിൻ ആയിട്ട് പോയത് ആ ടൈമിന്. പണിക്ക് പോകും, അത് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ചെയ്യും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിന്നെ ക്ലാസ്സിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പണിക്ക് പോകാൻ പറയൂല. ഇല്ല, ഞാൻ SLC കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞ് പിന്നെ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. റിയാക്ഷൻ ഫസ്റ്റും കാര്യങ്ങളൊക്കെയാണല്ലേ ചെയ്തു പോകുന്നത്. ഇതിലൂടെ പൈസ ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? പൈസ എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഇതൊന്നല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലാണ് സക്സസ് ആയത്. കുറച്ച് പൈസ ഒക്കെ ഉണ്ടായത് യൂട്യൂബിലാണ്. അതിൽ നിന്നാണ് പിന്നെ പല സംഭവങ്ങളും തുടങ്ങി. ബിസിനസ് വേറെ ഉണ്ട്. അപ്പം യൂട്യൂബ് ഇപ്പം യൂട്യൂബ് ഒരു സൈഡാണ്, ബാക്കി വേറെ കാര്യത്തിലാണ്. ഒരു ഓൾറൗണ്ടർ ആണല്ലേ? അല്ല, അങ്ങനെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കോപ്പിറൈറ്റ് ഉണ്ട് നമുക്ക്. മെയിനായിട്ട് നമ്മൾ പുറത്തുള്ള കണ്ടന്റ്സുകളാണല്ലോ എടുക്കുന്നത്. മിക്ക വീഡിയോസിനും ആഡ് ഉണ്ടാവില്ല. നമുക്ക് ഏണിങ്സ് ഒന്നാമത് യൂട്യൂബിൽ നിന്ന് കുറവാണ് ഈ സംഭവം ആയതുകൊണ്ട്. 1 മില്യൺ 2 മില്യൺ ഒക്കെ ഒരു മിക്കതും കോപ്പിറൈറ്റ് ആണ്. ഈ ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോ ആയാലും അല്ലെങ്കിൽ ഞാൻ ഉമ്മകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ? ലൈഫിൽ ആകെ ഒറ്റ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ സംഭവം, പിന്നെ നിർത്തി. അത് പോസ്റ്റ് ഒക്കെ ചെയ്തില്ലേ? അപ്പൊ അതങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോ ആൾക്കാരടുത്ത് ചോദിക്കാറുണ്ടോ, പെർമിഷൻ ചോദിക്കാറുണ്ടോ? അങ്ങനെ അതിലാകെ ഒരു കുട്ടിയെ വന്നിട്ടുള്ളായിരുന്നു. അപ്പൊ ആ കുട്ടീന്റെ അടുത്ത് ഞാൻ അപ്പൊ തന്നെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാരോടും ചോദിച്ചിട്ടുണ്ടാറല്ലേ? അത് പിന്നെ അവർ കാണുമ്പോൾ മനസ്സിലാവും, അവർക്ക് പെട്ടെന്ന് ഫേസ് കണ്ടാ മനസ്സിലാവും. അപ്പൊ അവർക്ക് അതെ, അങ്ങനെ മനസ്സിലാവുമ്പോ പിന്നെ അവര് വീഡിയോ ഇടാനാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അതിലാകെ 4 പേര് അങ്ങനെ ഉള്ളല്ലോ. അതെ, 4-5 പേരേ ഉള്ളൂ. 4-5 പേര്. ഇപ്പം ഭയങ്കര ഫാൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണുള്ളത്? നമ്മളിപ്പോ അങ്ങനെ ഒരാൾ പറയില്ലല്ലോ എനിക്കിപ്പോ എത്ര ഫാൻസ് ഉണ്ട്, എനിക്കിപ്പോ ഇങ്ങനെ ഗേൾസ് ആണ് കൂടുതൽ ഫാൻസ്. നമ്മൾ അങ്ങനെ ഒരു വാക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യൂല. ഇൻസ്റ്റാഗ്രാമിൽ പെൺപിള്ളേരെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, ആൺപിള്ളേരും വരാറുണ്ട്. പെൺപിള്ളേര് ബിഗ് ഫാൻ ബ്രോ എന്ന് പറയും. എന്താ ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. നോർമലി ഉള്ള പോലെ കൊടുക്കും. ഇപ്പം അസ്കടെക് എന്ന് പറയുമ്പോ 16 വയസ്സില് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാന്നാ പറയണേ. എനിക്കൊക്കെ 16 വയസ്സെന്ന് പറയുമ്പോ മണ്ണപ്പം ചുട്ട് കളിക്കുക. 16ാമത്തെ വയസ്സില്, അതായത് എനിക്ക് അത്രയും ബോധമില്ലായിരുന്നു. +1 പഠിക്കുമ്പോ 16 വയസ്സിലെ +1. അല്ല, ഈ ബുദ്ധി മാത്രമല്ലല്ലോ, വേറെ എന്തെങ്കിലും ബുദ്ധിയൊക്കെ ഉണ്ടാവുമല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഡ്രീം അല്ലല്ലോ ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ കളിക്കുന്ന സമയത്ത് യൂട്യൂബ് ഇങ്ങനെ കണ്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് എനിക്കും തുടങ്ങിക്കൂടാ എന്ന് തോന്നി. അന്ന് അങ്ങനെ അറിയില്ല ഇത് പൈസക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. അങ്ങനൊന്നും ഓർമ്മയില്ല. റവന്യൂ ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷം. 4 വർഷം കഴിഞ്ഞിട്ട് ഏർണിങ്സ് വന്നിട്ട് എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ട് വാങ്ങിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഫസ്റ്റ് ക്യാമറ മേടിച്ച്, കമ്പ്യൂട്ടർ മേടിച്ച്, പിന്നെ 2 ലൈറ്റും ഒരു മൈക്കും അതൊക്കെ മേടിച്ച്, പിന്നെ വേറെ കുറെ സാധനങ്ങൾ മേടിച്ച്. ഈ പാരന്റ്സിനൊക്കെ ഓൾമോസ്റ്റ് എന്തൊക്കെയോ സാധനം മേടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി ഗോൾഡും അതും ഇതൊന്നും അങ്ങനൊന്നും മേടിച്ചെടുത്തിട്ടൊന്നുമില്ല. എന്തായാലും ഇപ്പത്തെ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പത്തെ ഒരു റോസ്റ്റിംഗ് റിയാക്ഷൻ വീഡിയോ ഒരു 5 ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? അല്ല, താല്പര്യമല്ല. കാണാറുണ്ടല്ലോ എപ്പിസോഡൊക്കെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സംഭവം ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. ഈ സീസൺ ആദ്യം കണ്ടത്. അതൊരു 10-15 എണ്ണം കണ്ടപ്പോഴേക്ക് നിർത്തും ചെയ്തു, പിന്നെ കണ്ടിട്ടില്ല. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കല്ലേ, മാസത്തിൽ 1-2 വീഡിയോ ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാസത്തിൽ 1-2 വീഡിയോ അത് ഭയങ്കര പാടാണ് ചെയ്യാൻ, ഭയങ്കര ചടപ്പാണിത്. ആക്ച്വലി ക്യാമറ മുന്നിൽ വന്നിരുന്നിട്ട് ഒരു 1/2 മണിക്കൂർ അതല്ല, ഈ സംഭവം നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറേറ്റ് കിട്ടും.
അപ്പൊ തന്നെ പകുതി ജീവൻ പോകും. എന്തെങ്കിലും ഒന്ന് കിട്ടും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവും, പിന്നെ അത് വീണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്യണം. എന്താ പറയുക, ഓൺ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ഏണിങ്സ് വാങ്ങി വേറെ വഴിക്ക് അങ്ങനെ പോവാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ആളുകൾ കുറവ്. ഏതെങ്കിലും ഒരു വീഡിയോ ഇതേപോലെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അത്ര ഒരു ഇതിൽ ചെയ്തിട്ട് കോപ്പിറൈറ്റ് അടിച്ചു പോയ ഏതെങ്കിലും ഒരു വീഡിയോ മിക്കതും അങ്ങനെ തന്നെയാണ്. മിക്കത് അതായത് ഇപ്പൊ ഇതിലെടുത്ത് നോക്കി അറിയാം, അതായത് 1 മില്യൺ 2 മില്യൺ ഒക്കെ ഉള്ളത് മിക്കതും കോപ്പിറൈറ്റാ. പിന്നെ നമ്മൾ അങ്ങനെ ഇടും അത്. അത് പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ കോപ്പിറൈറ്റ്. പക്ഷെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫുൾ അങ്ങോട്ട് ഇട്ടിട്ട് അതുപോലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഈ വീഡിയോ എന്തായാലും ഇടും, കോപ്പറേറ്റ് വരാണെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അതെ. പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്ത് അടിപൊളിയിടാ, അപ്പൊ സ്വയം അത് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് അവർ പറയാ. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ ഉണ്ട് അതിലുള്ള പലരും. അതായത് ഒരാളുടെ പേര് പറയും. ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാ. വീഡിയോ സൂപ്പറാണ്. എന്തായാലും ഇപ്പൊ ഇതുവരെ ബിസിനസ് ചെയ്യുന്നു, യൂട്യൂബ് കൊണ്ട് പോകുന്നു. അപ്പൊ ഇനി ഒരു ഫ്യൂച്ചറിലോട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ബിസിനസ് തന്നെ, ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. വേറെ ഓരോ മേഖലയിലേക്ക് ഓരോ പ്രോപ്പർട്ടീസും അതും ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ. യൂട്യൂബ് ഒരു സൈഡിൽ ഉണ്ടാവും. യൂട്യൂബ് ഒരു സൈഡിൽ ഉണ്ടാവുക എന്ന് വെച്ചാല് ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കിയാൽ യൂട്യൂബ് കണ്ടോളണമെന്നില്ല. 2 സ്ട്രൈക്ക് കിട്ടിയാൽ പോകുന്നേ ഉള്ളൂ ചാനല്. ശരിയല്ലേ? ഇടക്കിടക്ക് ഓരോന്ന് കിട്ടാറുണ്ട്. കമ്മ്യൂണിറ്റി കിട്ടും, സ്ട്രൈക്ക് കിട്ടും. ക്ലൈം പിന്നെ ഒരു പ്രശ്നമില്ല നമുക്ക്, കാരണം മിക്കതും ക്ലൈമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഏണിങ്സ് അങ്ങനെ അങ്ങോട്ട് ഒരു വൈക്കാട്ട് പോകുന്നേ ഉള്ളൂ. 1 രൂപ കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. 2 സ്ട്രൈക്ക് കിട്ടിയാൽ അങ്ങ് പോകും. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചതാണ് ഈ വാച്ച്. നല്ല രസമുണ്ട് കാണാൻ. എവിടുന്നോ അത്? ഇത് കടയിൽ നിന്ന് മേടിച്ച് വാച്ച്. മീൻസ് വാച്ച് ഇങ്ങനെ കുറെ കളക്ഷൻസ് ഒക്കെ വെക്കുന്ന ഒരാളാണോ? വാച്ച് കുറെ കളക്ഷൻ ഒന്നുമില്ല. ഷൂ ഉണ്ട്. ഷൂവിന്റെ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇഷ്ടം പോലെ എടുത്തിട്ട് ഇങ്ങനെ ഇടും. സ്വന്തമായിട്ട് വാങ്ങിയിട്ട് സ്വയം ഉപയോഗിക്കാൻ വേണ്ടി, അത് വിൽക്കാൻ വേണ്ടി വെച്ചുള്ള സാധനല്ലേ? അവിടുന്ന് ഞാൻ വാങ്ങും, ഞാൻ എടുക്കും, ഞാൻ എടുത്തിട്ട് നല്ല നല്ല മോഡലൊക്കെ വരുമ്പോ ഞാൻ എടുത്തിട്ടിടും. തിരിച്ചുകൊണ്ടേക്കോ? ഇല്ല, അങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? എന്തായാലും നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഇത് ഒന്നായിട്ട് റാപ്പപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതുവരെ കുറെ കോണ്ടന്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അഷ്കർ? പക്ഷെ എന്ത് സംഭവിച്ചാലും ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ച ഏതെങ്കിലും കോണ്ടന്റ് ഉണ്ടോ? പൊളിറ്റിക്സിലേക്ക് പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോയപ്പോഴേക്ക് എനിക്ക് നാട്ടിൽ നിന്ന് കോളൊക്കെ വന്ന് ഭയങ്കര സീനായിട്ടുണ്ട്. പോയായിരുന്നോ വഴിക്ക്? ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ നാട്ടിൽ നിന്ന് കോളൊക്കെ വന്ന് ഭയങ്കര സീനായി. അപ്പൊ അങ്ങനെ എന്തിനാ അങ്ങനെ പറയുന്നത്, അവരവിടെ ഇങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായി. അപ്പൊ പിന്നെ ഞാനത് എന്താ വേണ്ടാന്ന് വിചാരിച്ച്. മനസ്സിലായില്ല. അപ്പൊ വെറുതെ എന്തിനാ നമ്മളെ പണിക്കുന്നത്? അത് മാത്രം അതിന് ചെയ്യില്ല അല്ലേ? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ബാക്കി എല്ലാ കണ്ടന്റിനും നമുക്ക് പുതിയ വെറൈറ്റി സാധനങ്ങൾ പ്രതീക്ഷിക്കാം. വെറൈറ്റി ഇത് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഈ ഫൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇനി അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനും പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. വേഗം അപ്ലോഡ് ചെയ്യുക. കാണുമോ? ഞാൻ കാണും. ഇന്നലെ കാണാൻ തുടങ്ങിയത്? അല്ല, ഇന്നലെ ഞാൻ പണ്ടത്തെ വീഡിയോസ് കണ്ടതല്ലേ പറഞ്ഞേ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് ട്രോൾ എടുത്തു കേട്ടോ. നോക്കട്ടെ, ചിലപ്പോ. അത് ഞാൻ അപ്ലൈ ചോദിച്ചില്ല. ഞാൻ ചോദിക്കാൻ കാരണം എന്താ, ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വീഡിയോ. അപ്പൊ ഞാൻ നല്ല കണ്ടപ്പോഴേ എനിക്ക് തോന്നിയാ ഇതല്ല എന്തായാലും ഫസ്റ്റ് വീഡിയോ മുന്നത്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് ആളുകൾ ബുദ്ധിക്കുണ്ട്. ഞാൻ തന്നെ പറഞ്ഞതാ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, അങ്ങനെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്താണെന്ന്. ഇന്റർവ്യൂലൊന്നും പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം ആണല്ലോ. ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? പൊളിയല്ലേ ഇന്റർവ്യൂ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇപ്പൊ പറയുമ്പോ ചില സമയത്ത് ഭയങ്കര മെച്ചുറായിട്ട് സംസാരിക്കും, ചില സമയത്ത് റോസ്റ്റ് ചെയ്ത് സംസാരിക്കും, ചില സമയത്ത് സെൽഫ് റോസ്റ്റ് തന്നെ ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഈ അസ്കട്ടക്കിയുടെ ബാക്കിൽ ഒരു റൊമാൻറ്റിക് ഫേസ് ഉണ്ടോ? അതൊരിക്കലും റൊമാൻറ്റിക് ഫേസ് ഇല്ലാന്നോ? റൊമാൻറ്റിക് ഫേസ് ഇല്ല. എന്തേ? ഒന്നുമില്ല, വെറുതെ ഒരു സുഖം. നമ്മളത് അപ്പളേ പറഞ്ഞപ്പോഴും ഒരു മുഖം എന്തോ ഒരു പോയ പോലെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു എന്ത് സംസാരിച്ചത്. പിന്നെന്താ വിചാരിച്ച? അല്ല, ഞാൻ എന്ത് അറിയാത്തോണ്ട് ചോദിച്ചാ എന്തെന്ന്. ഞാൻ ഫസ്റ്റ് വന്നപ്പോ ചോദിച്ചാൽ അധികം സംസാരിക്കണ്ടാവില്ല, ഇങ്ങനെ ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെ നിന്ന് എന്റെ അടുത്ത്. ഇപ്പൊ റെഡി. താങ്ക് യു. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.